ഭംഗി കൊണ്ട് എല്ലാവരെയും മനം മയക്കുന്ന എന്നാൽ മനുഷ്യവാസം തീരെ സാധ്യമല്ലാത്ത ഒരു ബീച്ച്, അത് നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? മുൻപ് ആളുകൾ താമസിച്ചിരുന്ന വീടുകളിലെല്ലാം കടലെടുത്ത് അതിൽ മൊത്തം മണൽ മൂടിക്കിടക്കുന്ന ഒരു ഭീകരമായ കാഴ്ചയാണ് ഇവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇവിടുത്തെ കടല് എല്ലാവരെയും മനം മയക്കുന്നുള്ളത് സത്യമാണ്. കടൽ കണ്ടാൽ ഓടിച്ചെന്ന് വെള്ളത്തിലേക്ക് ചാടാൻ തോന്നും. എന്നാൽ ഇവിടെയാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത്. മറ്റു ബീച്ചുകളെ അപേക്ഷിച്ച് ഇവിടുത്തെ കടലിലോട്ട് വളരെ സ്ലോപ്പിലാണ് മണൽത്തിട്ട നിൽക്കുന്നത്. നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ മണ്ണുൾപ്പെടെ താഴെ കടലിലോട്ട് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ കടലിലോട്ട് പോയി അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ഈ ഒരു ബീച്ചിൽ വീടുകളെല്ലാം ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള തെങ്ങുകൾക്കൊന്നും മണ്ടയില്ല. ആ തെങ്ങുകളെല്ലാം കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. മുൻപ് കരയായിരുന്ന ഭാഗം കടലെടുത്ത് പോയതാണ്. തൃശ്ശൂർ ജില്ലയിലെ പൊക്കഞ്ചേരി എന്നാണ് ഈ ബീച്ചിന്റെ പേര്. ഗൂഗിൾ മാപ്പിൽ പൊക്കഞ്ചേരി ബീച്ച് എന്ന് നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഞങ്ങളുടെ ഗുരുവായൂർ യാത്രയിലാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ബീച്ചിലേക്ക് സത്യത്തിൽ വഴി തെറ്റിയിട്ടാണെങ്കിലും എത്തിപ്പെട്ടത്. ഇവിടുത്തെ സൺസെറ്റ് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. ഇവിടെയുള്ള പല കാഴ്ചകളും സത്യത്തിൽ നമ്മളെ ഒന്ന് പേടിപ്പെടുത്തുന്നതാണ്. പൊളിഞ്ഞ വീടുകൾ, മണ്ടയില്ലാത്ത തെങ്ങുകൾ. എന്തുകൊണ്ടാണ് ഈ തെങ്ങുകൾക്കൊന്നും മണ്ടയില്ലാത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഏകദേശം 3 മണിക്കൂറോളം ഈ ഒരു ബീച്ചിൽ ചെലവഴിച്ചു. അധികം ആളുകളെ ഒന്നും തന്നെ ഇവിടെ കണ്ടില്ല. ഇത്രയും മനോഹരമായ ബീച്ചിൽ എന്തുകൊണ്ട് ആളുകൾ എത്തുന്നില്ല എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്ത് പോയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുതേ.